ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലെ കുട്ടനാട് കാണുവാനാണ്. അബുദാബിയിൽ ഒരു മിനി കേരളവും കുട്ടനാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലവുമുണ്ട്. ഇതിനോട് അടുത്ത് തന്നെയാണ് ഷാത്തി ബീച്ച് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇന്ന് നമ്മൾ പോകുന്നത് ഷാത്തി ബീച്ചിലേക്കാണ്. ഷാത്തി ബീച്ചിന് അടുത്തായിട്ട് തന്നെ ഒത്തിരി തെങ്ങും തോപ്പുകളും അതുപോലെ തന്നെ ഒരു ലേക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചും പൂളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. ഇത് സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദുബായിക്കും അബുദാബിക്കും ഇടയിലായിട്ട് അൽ ഷംഹയ്ക്കും അൽ റഹബയ്ക്കും ഇടയിലായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു ബീച്ചാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി പൂളിൻ്റെ അടുത്തേക്കാണ്. അൽ ഫന പൂളാണ്. ഇത് ലേഡീസ് ഓൺലി പൂളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് അലയിൽ നിന്നും സുവേഹാൻ വഴി അൽ താഫ് റോഡിൽ കൂടിയാണ് ഇവിടേക്ക് എത്തിയിരിക്കുക. അതാണ് ഏറ്റവും എളുപ്പ വഴി. അബുദാബിയിൽ നിന്ന് ഏകദേശം 45 മിനിറ്റും അലയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് എത്താം. നമ്മളിപ്പോൾ ഉള്ളത് അൽഫന പൂളിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള പാർക്കിങ്ങിലാണ്. അൽഫന പൂളിൻ്റെ ഫ്രണ്ടിൽ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി എടുത്തു. അൽഫന പൂളിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് മറക്കരുത്. അത് ഫീമെയിൽ ഓൺലി പൂളാണ്. കിഡ്സിന് ബിലോ 7 ഇയേഴ്സിന് മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. തികച്ചും ഫ്രീ ആണ്, പക്ഷേ ലേഡീസ് ഓൺലി ആണ്. അപ്പോൾ അടുത്തായിട്ടുള്ളത് ഈ അൽഫന പൂളിൻ്റെ അടുത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും നമ്മളിപ്പം പോകുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 200 മീറ്റർ മാത്രം യാത്ര കഴിഞ്ഞാൽ ഒരു ഫോസിൽ ഡ്യൂമുണ്ട്. അത് കവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ 2 ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ നിന്നും ഫോട്ടോ ഡൗൺലോഡ് ചെയ്താണ് ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോയുടെ ഫ്രണ്ടിൽ. അവിടെ ഒരു ഫോസിൽ ഡ്യൂമുണ്ട്. അത് വളരെ റെയറായിട്ട് മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ഫോസിൽ ഡ്യൂംസ്. അൽ വത്തബയിലാണ് അബുദാബി മറ്റ് സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഒരു ഫോസിൽ ഡ്യൂംസ് ഉണ്ട്. അത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാതെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു വഴിയുടെ 2 സൈഡിലുമായിട്ട് തെങ്ങും തോപ്പുകളും തെങ്ങും തോട്ടവുമാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന 3:30 സമയത്താണ്. അതുകൊണ്ട് തന്നെ വെയിലിന് ചൂടുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ഇവിടേക്ക് വന്നിട്ടില്ല. പബ്ലിക് ഹോളിഡേക്കാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. കാരണം പബ്ലിക് ഹോളിഡേക്ക് വലിയ സ്ഥലങ്ങളില്ല, അതായത് ഫുജറ, കോഫക്കാൻ അതുപോലുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ജബൽ ഹഫീത്ത്, ജബൽ ജീസ് എന്നിവിടങ്ങളിലെല്ലാം ഒത്തിരി തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ തിരക്കില്ലാത്തൊരു സ്ഥലം നോക്കിയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഇവിടെ വരാൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോൾ പല വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഈ സ്ഥലത്ത് പോയിട്ട് നല്ല ഒരു റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. ഈ തെങ്ങും തോപ്പുകൾക്കുള്ളിൽ നമുക്ക് കയറാം. ചില തെങ്ങുതോപ്പുകൾക്കുള്ളിൽ കയറാൻ നമുക്ക് അനുവാദമില്ല, അത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ കവർ ചെയ്യാതെ, അതിനുള്ളിൽ കയറാതെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് എൻ്റർ ചെയ്യാനും അവിടേക്ക് ഇറങ്ങാനൊക്കെ സാധിക്കും. ഇവിടെ കുറേ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലേക്കിൽ ഇറങ്ങി കുളിക്കരുത് എന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫിഷിംഗ് അലൗഡല്ല. ചില ആളുകളൊക്കെ ഫിഷിങ് ചെയ്യുന്നത് കണ്ടു, മീൻ പിടിക്കുന്നത് കണ്ടു. അപ്പോൾ അത് അലൗഡല്ല ആക്ച്വലി. പക്ഷേ ഒരു ബ്യൂട്ടിഫുൾ ഏരിയയാണ്. ഇവിടെ നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു കുട്ടനാടൻ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ആലപ്പുഴ ഏരിയയിലേക്കൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. കേരളമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ചില സ്ഥലങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വാഴത്തോട്ടങ്ങളുണ്ട്. വാഴക്കൊലകളൊന്നുമില്ല, എങ്കിലും ചില തെങ്ങിൽ തേങ്ങ കാണാൻ സാധിക്കും. ചില തെങ്ങുകൾക്ക് ഉപ്പുരസം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, തേങ്ങ അങ്ങനെ വലുപ്പം വെച്ചിട്ടില്ല. ചില തെങ്ങുകളിൽ നല്ല വലുപ്പമുള്ള തേങ്ങകളും കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഏരിയ. നേച്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ടൗണിൻ്റെ അല്ലെങ്കിൽ സിറ്റിയുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മാറി ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ പല സ്ഥലങ്ങളിൽ കൂടെ നമുക്ക് ഉള്ളിലേക്ക് ആ ലേക്കിലേക്ക് ഇറങ്ങാം. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒരു ഈവനിങ് തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യാം. ഒരു 5 മണി തൊട്ട് 9 മണി വരെയൊക്കെ നമുക്ക് നല്ലതുപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വല്ല സ്നാക്സോ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വരണം. ഈ ഏരിയയിൽ ഷോപ്പുകളൊന്നുമില്ല, റെസ്റ്റോറൻറ്റുകളോ കഫറ്റീരിയകളോ ഒന്നും ഈ അടുത്ത ഏരിയയിലൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ സ്നാക്സോ മറ്റ് കാര്യങ്ങളൊക്കെ കരുതിക്കൊണ്ട് വരുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇരിക്കാനുള്ള ചെയറുകളൊക്കെ, ഇവിടെ ബെഞ്ചുകളൊന്നുമില്ല. പക്ഷേ ഇതുപോലുള്ള പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ബോട്ടും ഷിപ്പും എല്ലാം, ചെറിയ മോട്ടോർ ബൈക്ക്സും എല്ലാം നമ്മൾക്ക് കയറ്റിയിടാൻ വേണ്ടി അവരുണ്ടാക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ പ്ലാനിട്ടിരുന്ന മറ്റൊരു ഫേമസ് സ്ഥലത്തേക്ക് എത്തിയത്. ഇതിവിടുത്തെ പബ്ലിക് പൂളാണ്. ഇവിടെ ഫ്രീ പാർക്കിങ്ങുമാണ്, ഫ്രീ എൻട്രിയുമാണ്. അപ്പോൾ നിങ്ങൾ ഈ അൽ ഷാത്തി ബീച്ച് കാണാനാണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ ഈ പൂളിൽ
വരത്തക്ക വിധത്തിൽ വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. അൽ ദുറ പൂൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ഇട്ടേക്കാം. ഇത് തികച്ചും ഫ്രീ ആണ്. ഫ്രീ ആയിട്ടുള്ള അബുദാബിയിൽ പൂളുകൾ വളരെ കുറവാണ്. ഇതൊരു ഫാമിലി പൂളാണ്, അതുകൊണ്ട് തന്നെ പബ്ലിക് പൂളുമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗിക്കാം. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ സ്ലിങ്സും സ്ലൈഡറും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടേക്ക് വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന് 5:30 വരെ മാത്രമേ എൻട്രി ടൈം അതിനെയും ഉള്ളൂ, 5:30 വരെ. പക്ഷേ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് സൺസെറ്റ് വരെ ഇവർ അലോ ചെയ്യുന്നുണ്ട്. രാവിലെ 7:30 മുതൽ വൈകിട്ട് സൺസെറ്റ് വരെ ഇവർ അലോ ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളി പൂളാണ്. പൂളിന് 5.6 മീറ്റർ വരെ ഡിപ്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ കൂടെ പേരൻസും ഇന്നുകൂടെ ഇറങ്ങണം. ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു പൂളാണ്. ഫ്രീ ആയിട്ട് നമുക്ക് എൻട്രി ചെയ്യാം. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ ഈ പൂളിൽ ഇറങ്ങാനാണ് വരുന്നതെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂളിൽ ഇറങ്ങേണ്ട ഡ്രസ്സ്, സ്വിമ്മിങ്ങിനുള്ള ഡ്രസ്സും കൊണ്ട് വേണം വരാൻ. അല്ലാതെ ഇവിടെയുള്ള സെക്യൂരിറ്റിമാർ അലോ ചെയ്യത്തില്ല നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ. അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ നമ്മുടെ ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിട്ട് വേണം ഉള്ളിലോട്ട് കിടക്കുവാൻ. അതുപോലെ തന്നെ നമ്മൾ വന്നു കഴിയുമ്പോൾ തന്നെ ഡ്രസ്സ് മാറുന്നതിന് കൂടെ തന്നെ നമ്മൾ അവിടെ ഷവറിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മളവിടെ പോയി കുളിച്ചതിന് ശേഷമേ നമ്മൾ ഈ പൂളിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ കൂടാതെ കുട്ടികൾക്ക് ഇറങ്ങുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. 3 ലൈഫ് ഗാർഡുകളുണ്ടെങ്കിലും സെക്യൂരിറ്റിമാരുണ്ടെങ്കിലും അവർ നമ്മളോട് പേരൻസിനോട് കുട്ടികളെ നോക്കാൻ വേണ്ടി പറയും. നമ്മൾ കുട്ടികളുടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് വളരെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പം കാണുന്ന ഈ കനാല് ലേക്ക് കനാൽ എന്നാണ് പറയുന്നത്. ഈ ലേക്ക് കനാലിലേക്ക് നേരത്തെ ഇവർ സ്വിമ്മിങ്ങിന് അലോ ചെയ്യുമായിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ അലോ ചെയ്യുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഈ സ്വിമ്മിംഗ് പൂളിനുള്ളിൽ നിന്നാണ് പടവുകൾ ഇറങ്ങി അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ് ഈ കാണുന്ന ലേക്ക് കനാലിലേക്ക് നമ്മൾ സ്വിം ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ അത് അടച്ചിട്ടേക്കുവാണ്. എന്താണ് കാരണമെന്ന് അറിയത്തില്ല. എനിവേ കുട്ടികളുമായിട്ട് നമ്മൾ ഈ പൂളിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. ഇവർ ഓരോ സ്ഥലത്തും അതിൻ്റെ എത്ര മീറ്റർ ഡെപ്ത് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 5.6 മീറ്റർ ലെങ്താണ്, ഡെപ്താണ് അതിൻ്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ളത്. അപ്പോൾ പിള്ളേർക്ക് അതിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഇറങ്ങി പോയി കുളിക്കുകയും ചെയ്യാം. സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടറുകളെല്ലാം ക്ലീനാണ്, നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുപോലെ തന്നെ ലൈഫ് ഗാർഡ്സ് എല്ലാം എപ്പോഴും നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഫാമിലീസിനെ ഞാൻ കണ്ടു. മലയാളികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. 1-2 അറബി ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു 5:30 കൂടി സൺസെറ്റ് കാണുവാനായിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി. പക്ഷേ കുട്ടികൾക്ക് അവിടെ നിന്ന് പോരാൻ വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പൂളിൽ കുറച്ചുകൂടി സമയം കളിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അവർ അത്രയധികം എൻജോയ് ചെയ്തു. അബുദാബിയിലും ദുബായിലൊക്കെയുള്ള ആളുകൾ ഈ ഒരു ഫെസിലിറ്റീസ് അൽ ദുറ പൂള് ഉപയോഗിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഒരു വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു പൂളാണ്, ഫാമിലി പൂളാണ്. അപ്പോൾ ഇത് ഈ ഒരു ഏരിയ താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. തോണ്ടിനൊന്നും പോരാനും മടിയായിരുന്നു. അവൻ വലിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്നും പോകുന്നത്. കാരണം നമുക്ക് സൺസെറ്റ് കാണണം. അൽ ഷാക്തി ലേക്കിൻ്റെ ബാക്കിയുള്ള കുറച്ച് ഏരിയയും കൂടെ കവർ ചെയ്യണം. അതിനുശേഷം വേണം നമുക്ക് അബുദാബിയിലേക്ക് ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പരിപാടിക്ക് പോകുവാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ എക്സിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു തണുത്ത വെള്ളം ഉള്ള ഒരു മെഷീനുണ്ട്. അത് കൂളൻ്റോട് കൂടിയാണ്. അപ്പം നമുക്ക് നല്ല ശുദ്ധജലം കുടിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഏരിയയിലൊന്നും റെസ്റ്റോറൻറ്റുകളില്ല, അതുപോലെ തന്നെ കഫറ്റീരിയയില്ല. നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കരുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ പൂളിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ വേറൊരു ഏരിയയിൽ ഒത്തിരി വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് ഇറങ്ങി. ഈ വെള്ളത്തിലേക്ക് വണ്ടി ഇറക്കാൻ അലൗഡല്ല. ഈ സൈഡ് ഏരിയയിലെല്ലാം വണ്ടി നിർത്താം. അതുപോലെ തന്നെ ചില ആളുകൾ ഇവിടെ ഫുഡൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ബാർബിക്യൂ ഫെസിലിറ്റീസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഏരിയ എക്സ്പ്ലോർ ചെയ്യുക. കുറച്ച് കുട്ടികൾ മോട്ടോർ ബൈക്ക് കൊണ്ട് കളിക്കുന്നതും ഒക്കെ നമ്മൾ കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും ഒരു ഇംഗ്ലീഷ് ഫാമിലി അവിടെ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പായൊക്കെ വിരിച്ച് അവരവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അതുപോലെ കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.